ഹലോ, അയ്യോ കുണ്ടില് കുപ്പി എറിയുന്ന സൂക്ഷിക്കണം കേട്ടോ. പഴുത്ത് കഴിഞ്ഞ പിന്നെ 1-2 പോകാൻ ബുദ്ധിമുട്ടായിരിക്കട്ടോ. അതെ, ഇതൊരു 1/2 മണിക്കൂറിൽ ഫിനിഷ് ചെയ്തിട്ട് ടപ്പേങ്ങനെ കത്താം. അതുവരെ ആ സാധനത്തെ സൂക്ഷിച്ചോളണം കേട്ടോ. എത്താന്നേ, ഡോണ്ട് വറി, കരയണ്ട. കുഞ്ഞേട്ട മുതൽ നൈസായിട്ട് ആരും അറിയാണ്ട് പുറത്തെ കൊണ്ടുപോയിക്കോളാം. പിന്നെ കൊണ്ടു നോക്കണം കേട്ടോ. ഓക്കെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം, ചുക്കിനും ചുണ്ണാമിനും കൊള്ളൂലമാരാ. ഇരിക്കണ ഇരിപ്പണ്ടില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തില് ഒരൊറ്റ കുത്തുവെച്ചു കൊടുക്കണം. ആരെ? ഈ ബോഡീനെ? അയ്യോ, എന്താടാ? ഒന്നുമില്ല. ഈ കുഞ്ഞിനിത് എവിടെ പോയി കിടക്കാം? വിളിച്ചു വിളിച്ച് മനുഷ്യന്റെ ഊപ്പാട് തീർന്നു. ടെൻഷൻ അടിച്ചിട്ട് മനുഷ്യന്റെ കൈകാലും പറിക്കുന്നു. ഈ വേലി കിടക്കുന്നിടത്ത് കോത്താഴത്ത് ചുടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അനുഭവമായില്ലേ? എന്തായിരുന്നു? പെണ്ണ് വരുന്നു, അടിച്ചു പൊളിക്കണം, അർമാദിക്കണം. ഇപ്പൊ എന്തായടാ? ആരെങ്കിലും വിചാരിച്ചു ഇങ്ങനെ സംഭവിക്കുന്നു? ഇവനിതെന്ത് പറ്റി? ഒന്നുമില്ല. ഈ ഇരിപ്പ് കാണുമ്പോ തന്നെ എന്റെ സാല കണ്ടോളും പോവാ. വലിയ വീട്ടിലെ പെണ്ണാണ്, അങ്ങനെയാണ് ടൈപ്പ് അല്ല. അങ്ങനെയൊന്നുമില്ല, കുഞ്ഞേട്ടൻ പറ്റിച്ചല്ല. എടാ, അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയോ? ഈ ഊരാക്കുടികളൊന്നും പെട്ട് കിടക്കാൻ എന്നെ കൊണ്ടാവത്തില്ല. അലക്സേ, നിന്റെ വർത്താനം കേട്ടതൊന്നും ഇതിലൂടെ കൊണ്ടുവരാൻ നിർബന്ധിച്ച് ഞാനാണെന്ന്. പെണ്ണോണെന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച നീയല്ലേ? ഇങ്ങനെ പിള്ളേരെ പോലെ ഗുസ്തി പിടിച്ചിട്ട് എന്താ കാര്യം? ഇതിന് എന്ത് ചെയ്യാന്ന് ആദ്യം ആലോചിക്ക്. വരട്ടെ, കുഞ്ഞേട്ടൻ വരട്ടെ. വരട്ടെ. ഇവള് ചത്തില്ലേ? എന്റെ തോന്നലാണ്. എന്താണോ ഞാൻ പണി പണിന്ന് തോന്നണ്. ഇത് പറയാം. കുഞ്ഞേട്ടാ, ഇവിടെ അവനാണ്, ഞാനല്ല. തീർന്നു. തല്ലിക്കൊന്നിട്ട് കുഞ്ഞാന്ന് വിളിച്ചിട്ട് എന്താ കാര്യമുള്ളത്? കൊല്ലാൻ വേണ്ടി തല്ലിയതല്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പയ്യൊന്ന് തൊട്ടതേ ഉള്ളൂ. പയ്യഞ്ഞു ചൊട്ടു. പയ്യൊന്നും തൊട്ട ചാവനെന്താ ഇറച്ചി കോഴിയാ? പറ്റിപ്പോയി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി കൊലപാതക, വെറും കയറല്ല, നിങ്ങൾ ഓരോ ഇടയിൽ കുഞ്ഞാന്ന് വിളിച്ചിട്ട് എന്താ കാര്യമുള്ളത്? കമ്പനി കൂടെ ഒരു പെണ്ണ് കൊണ്ടുവന്നപ്പോ ഞാൻ ഇതൊരു കഷ്ടപ്പെട്ട് അതിനെ ഒപ്പിച്ചെത്രയുമോ? ഇപ്പൊ പഴയ പോലെയൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു പാടാ. ഇനി എന്റെ വീട്ടുകാരോട് ഞാനെന്ത് സമാധാനം പറയും? പോലീസ് അറിഞ്ഞറിയാലോ. പോലീസ് അറിയരുത് കുഞ്ഞാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇതിന് എത്ര നേരം അങ്ങനെ വെച്ചോണ്ടിരിക്കും? നാട്ടുകാരറിയൂലേ? വീട്ടുകാരെ അന്വേഷിക്കൂലേ? കുഞ്ഞാ, നമുക്ക് ഇവിടെ മാറ്റിയാലോ? പൂച്ച കുഞ്ഞാണ് ചത്തു കഴിയുമ്പോ വല പിടിച്ച് പുറത്തിറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും കുഞ്ഞാ? അതെന്നോട് കേൾക്കണത്. അയ്യോ ഡാഡിയാ. ആ എടുക്ക്. ഡാഡി, ഞങ്ങള് ജേക്കബിന്റെ ഫ്ലാറ്റിലുണ്ട്, പഠിച്ചോണ്ടിരിക്കുക. മാത്സാ പ്രോബ്ലം ചെയ്യ. വേണ്ട ഡാഡി, ഹർത്താൽ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. നല്ല പ്രോബ്ലം. കുഞ്ഞേട്ടാ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കുഞ്ഞേട്ടാ? ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ആരും അറിയരുത്. നീ എന്താ ആലോചിച്ചിരിക്കണേ? പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തപ്പോ മുതൽ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഏയ്, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. നമ്മൾ പൊരുത്തപ്പെട്ടു പോവില്ല. ഇങ്ങനെ വഴക്ക് കൂടി തീർക്കാനുള്ളതല്ല ജീവിതം. രണ്ടുപേർക്കും ലോട്ട്സ് ഓഫ് ആംബിഷൻസ് ഉണ്ട്, ബെസ്റ്റ് ഫ്യൂച്ചർ ഉണ്ട്. അതിന് സെപ്പറേഷനാ നല്ലത്. നമുക്ക് തെറ്റിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യം വരും. നമുക്കല്ല, നിനക്ക് മാത്രം തെറ്റിയിട്ടില്ല എന്ന്. നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ 5 വർഷം വേണ്ടി വന്നു.
നിന്റെ ഭാഷ പറഞ്ഞാല് ഈ പടവെട്ടി സ്പോയിൽ ചെയ്ത 5 years. എല്ലാം നല്ലതിനാ. ഞാനിവിടെ ഉണ്ട്. സാറൂടെ ഉണ്ടായിരുന്നോ? എന്താ? അല്ല, ഞാനിവിടെ മുറിയൊക്കെ തൂത്തുവരാൻ വേണ്ടി വന്നതാ. എനിക്കൊരു 1000 രൂപ തരുമോ? കാസ് എന്തിനാ വേണ്ടേ? എന്തിനാന്ന് ചോദിച്ചാ, എന്റെ സാറേ, കാര്യം ഇപ്പൊ ഈ ഫ്ലാറ്റിൽ ആരോട് ചോദിച്ചാലും എനിക്ക് 1000 രൂപ തരും. പക്ഷെ ഞാൻ നിലമേലെയുള്ളവരുടെ നിന്ന് മാത്രം പൈസ മേടിക്കുള്ളൂ. സാർ ഈ ശരീരം പോലെ നല്ല നിലമേലെയുള്ള ആളാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടാ ചോദിച്ചേ. അപ്പൊ സി നന്നെടുത്തോ. 1000 ആക്കണ്ട, 2000 എടുത്തോ. അയ്യോ. സാറിന് ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. അയച്ചോട്ടാ. ഇപ്പൊ ഓക്കെ. ചത്തിരിക്കണെന്ന് ദൈവം തമ്പുരാൻ പോലും പറയൂല. എത്ര നേരം ഇതിന്റെ ഇവിടെ വെച്ചോണ്ടിരിക്കും? പിടക്കാണ്ടിരിക്കണ ടൈം വീട്ടിൽ കൊണ്ടാക്കാം. ബോഡിയോ? അയ്യോ, ചത്തകാരം പെട്ടെന്ന് മറന്നു. ഇനി എന്ത് ചെയ്യും കുഞ്ഞ? ഒരു ഐഡിയ ഉണ്ട്. എന്താ? അല്ല, വേണ്ടത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്ക് ചിലപ്പോ വേദനിക്കും. ആർക്ക്? അല്ല, ടോട്ടലി ആർക്കും വേദനിക്കരുതല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിവിടേക്ക് ഞാൻ പുറത്ത് സിറ്റുവേഷൻ നോക്കിട്ട് വരാം. ഞങ്ങളോട് ഒറ്റയ്ക്കുള്ള നിങ്ങൾ ഒറ്റക്കല്ലോ, ഇവളിലൊരു കമ്പനിക്ക്. ആ, ഇവിടെ ചത്ത് കമ്പനി കൊടുക്കുന്ന ആളല്ലേ. കമ്പനി കൊടുക്കണം കേട്ടോ. ഇവിടെ മനുഷ്യന്റെ സമാധാനം ആകെ പോയി. സാധനാവത്തിരിപ്പുണ്ട്. വെള്ളം കൊണ്ടുപോവാ സൂര്യൻ തന്നില്ല. എടി, നീ അതല്ല അതിനപ്പുറവും പറയും. എന്റെ കൊച്ചെ, നിനക്ക് കുടുംബത്തിൽ വേറെ പണിയൊന്നുമില്ലേടി? ഈ നേരത്തെ 4 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ മനസ്സ് നന്നാവൂടി, മനസ്സ് നന്നാവും. അപ്പാവി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഒന്നും പറയല്ല, സൂപ്പർ സാധനം. വെള്ളത്തിന്റെ കുറവേ ഉള്ളൂ. ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ കൂടെ നിന്നാ മതി. ബാക്കി കാര്യം ഞാനേറ്റ്. നിങ്ങളുടെ വിധം പോക്കറ്റിൽ കൃത്യമായിട്ട് തരുകയും ചെയ്യും. കുഞ്ഞാ, ഇതൊരല്പം റിസ്ക് ആണ്. എന്തിലും ഇത്തിരി റിസ്ക്കും തരികടൊക്കെ കാണിച്ചാലേ ഇപ്പോഴത്തെ കാലത്ത് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ളവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണല്ലോ. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ചെറിയൊരു തരി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കാം. കാശ് വേണോ വേണ്ടേ? അത് വേണം. ആ, എന്ന് എന്റെ കൂടെ നിക്ക്. ഇത് പിടി. Cheers. ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു ബുദ്ധിമോശം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഈ മദ്യം കൊടുക്കത്തില്ലായിരുന്നു. അതല്ല, ഇത്രയും വലിയ സംഭവവികാസം നടന്ന സ്ഥിതിക്ക് ഈ ഡോർ മിനിമം ലോക്ക് ചെയ്തോടെ. പ്രശ്നം കുറച്ച് ഗുരുതരമാണല്ലോ മക്കളെ. പെട്ടുപോകുമല്ലോ. അപ്പാവി അത് കുഞ്ഞ് എന്നോടെല്ലാം പറഞ്ഞിരുന്നു. നമുക്കതനുസരിച്ച് നീങ്ങാല്ലേ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അകത്ത് വെക്കോ. അത് ഞാൻ ഡീൽ ചെയ്തു. അപ്പൊ ഇത് ഞാൻ ഡീൽ ചെയ്തു.